ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇത് മറ്റൊരു ദിവസം ദുബായിലെ എന്തായാലും നല്ലൊരു ബ്യൂട്ടിഫുൾ സർവീസ് അപ്പാർട്ട്മെൻറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. കുറച്ച് മെസ്സിയാക്കി ഇട്ടിട്ടുണ്ട്, ഞങ്ങൾ മെസ്സിയാക്കിയതാണ്. എന്തായാലും കിച്ചൺ പാർട്ട് ചെറുതാണെങ്കിലും ഭയങ്കര ക്യൂട്ടാണ്, നല്ല സൗകര്യമുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇന്ന് ചെറിയ രീതിയിലുള്ള കുക്കിംഗ് ആകാമെന്ന് വിചാരിക്കണം. ഒരു ഓംലെറ്റ് ഉണ്ടാക്കാൻ പോകുന്നു. അയ്യോ, വെജി സ്ട്രോ കഴിക്കുന്ന കുഞ്ഞവിടെ നോക്കട്ടെ. അയ്യോ, സ്വന്തമായിട്ട് കഴിക്കുന്ന നോക്കൂ, കഷ്ടമല്ലേ. വെജി സ്ട്രോസ് മോളെ പുടു. വെജി സ്ട്രോ കഴിക്കുന്ന പുടുവിനെ നോക്കിയേ. മെയിൻ എൻ്റർടൈൻമെൻറ്റ് പാർട്ടാണ് മോൾക്ക് ഏറ്റവും ഇഷ്ടം. ഗ്ലാസ് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ കാണുകയും ചെയ്യാം, പിന്നെ റൂമിനൊരു ഭയങ്കര ഒരു ഡെപ്ത് തോന്നും. നൈസ് അറേഞ്ച്മെൻറ്റ്. പൂടുക്കുട്ടി ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓംലെറ്റാണ് മനസ്സിലുള്ളത്. അപ്പോൾ നല്ല ഫില്ലിംഗ് ആണ്. എന്ത് ഫില്ലിംഗ് വേണമെങ്കിലും കൊടുക്കാം നമുക്കതിനകത്ത്. നല്ല ഫില്ലിംഗ് മീൻസ് നമുക്ക് നല്ല ഫില്ലിംഗ് ആണ്, വയറിന് നല്ല ഫില്ലിംഗ് ആയിരിക്കും. അധികം വേറെ ഭക്ഷണമൊന്നും വേണ്ട. അപ്പോൾ സിമ്പിളാണ്. അതിനകത്തൊരു ഫില്ലിംഗ് ഒക്കെ ചെയ്യാം. നോൺ വെജ് വേണമെങ്കിൽ ചെയ്യാം, വെജ് ചെയ്യാം. അപ്പോൾ താഴത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞാൻ മഷ്റൂം ആൻഡ് ടൊമാറ്റോസ്, ബേബി ടൊമാറ്റോസ് പറഞ്ഞിട്ടുണ്ട്, ഉണ്ടെങ്കിൽ കൊണ്ടുവരും. അതൊക്കെ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കുമ്പോൾ എൻ്റെ ക്ലോസിൽ ഇങ്ങനെ വാച്ച് ചെയ്യാം. ഞാൻ ആ രീതിയിലാണ് ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നു, അത് ഞാൻ ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കൂടി കാണും. മാഞ്ചസ്റ്റർ കിച്ചൺ പോലെ ഇപ്പോൾ നമുക്കിനി ഒരു ദുബായ് കിച്ചണുമായി. ഇത് നമ്മുടെ പെർമനൻറ്റ് കിച്ചൺ അല്ല, പക്ഷേ ഇപ്പോൾ തൽക്കാലം. പിന്നെ വിഷ്ണുവിൻ്റെ അപ്പാർട്ട്മെൻറ്റ് റെഡി ആയി കഴിഞ്ഞാൽ അത് നമ്മുടെ പെർമനൻറ്റ് കിച്ചൺ ആക്കാം. യെസ്, ഇവിടെ കുറച്ച് പരിപാടികൾ. മുട്ട വാങ്ങിയത് റെഡി, എല്ലാ സാധനങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. യോഗട്ട് ഉണ്ട്, ക്രീം ചീസ് ഉണ്ട്, സ്പ്രെഡബിൾ ബട്ടർ ചീസ്, ടാഫിംഗ് കൗണ്ട് തന്നെ. മഷ്റൂം എടുക്കാം. യെസ്, ഇത് ബ്രൗൺ മഷ്റൂം, ഇതാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് കിട്ടിയത്. പിന്നെന്താ, പിന്നെ ടൊമാറ്റോസ്, ബേബി ടൊമാറ്റോസ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്, ബേബി ടൊമാറ്റോസ്. ആൻഡ് ഇവിടെ മുട്ടയുണ്ട്. നോക്കൂ, പോകുന്ന റോഡിൽ നമ്മൾ ആ സൂപ്പർ മാർക്കറ്റിൻ്റെ സൈഡിൽ കൂടെ നടന്നപ്പോൾ ഇവിടുത്തെ ഡേറ്റ്സ് ഫാമിൽ നിന്നും ഡേറ്റ്സ് താഴെ വീണ പച്ചയാണ്, പഴുത്തിട്ടില്ല, എങ്കിലും എടുത്തിട്ട് വന്നു. മുട്ടയുണ്ട്, കട്ടിംഗ് ബോർഡ്. അപ്പോൾ പരിപാടി തുടങ്ങാം, കട്ട് ചെയ്യാം. ഇത് ഇപ്പോൾ മേടിച്ചാട്ടോ ക്യാൻവുഡിൻ്റെ. ഇതിങ്ങനെ വിത്ത് സ്റ്റാൻഡാണ് കിട്ടിയിരിക്കുന്നത്, ഹാൻഡ് ബ്ലെൻഡർ. പക്ഷേ വേണമെങ്കിൽ ഇത് ഡിറ്റാച്ച് ചെയ്ത് എടുക്കാനും പറ്റും. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഇതിനകത്ത് മുട്ടയുടെ വൈറ്റ് ഇതിൽ ബീറ്റ് ചെയ്യാം. ഗാജറ്റ്സ് ഇതെല്ലാം കുഞ്ഞിൻ്റെ ടോമി ടിപ്പ് ഇതൊക്കെ മേടിച്ചാൽ, സ്റ്റെറിലൈസറും എല്ലാം മേടിച്ചു. ഇവിടെ നമുക്ക് സർവീസ് അപ്പാർട്ട്മെൻറ്റിൽ ഇതൊക്കെ ഉണ്ട്. മൈക്രോ കിട്ടും, പിന്നെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്പാറ്റുലാസ് എല്ലാം. ഇത് നമ്മൾ മേടിച്ച പാത്രം. വിൽ സ്റ്റാർട്ട് കുക്കിംഗ്. ഇതൊരു ഓംലെറ്റ് മേക്കിങ്ങിലേക്ക് പോകുന്നു. ആദ്യം എഗ് വൈറ്റും യെല്ലോയും വേർതിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വൈറ്റിനെ നന്നായിട്ട് ഭയങ്കരമായിട്ട് പതച്ചെടുക്കാം. ഓക്കെ, ഫ്ലഫി കമഴ്ത്തിയിട്ടാൽ വീഴാത്ത രീതിയിലാക്കിയെടുക്കണം. പിന്നെ അതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ഞാൻ കുറച്ച് മഷ്റൂംസ്, ടൊമാറ്റോ, ചീസും കൂടി എടുക്കാം. ഓക്കെ, എന്തായാലും നല്ല മഷ്റൂംസ് കിട്ടിയിട്ടുണ്ട്. ഇത് UK മോളുടെ വീട്ടിൽ സാധാരണയായിട്ട് നമ്മൾ എടുക്കുന്ന ചെസ്റ്റ്നട്ട് മഷ്റൂമാണ്, ഏതാണ്ട് അത് തന്നെയാണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഒരു 300-400 ഗ്രാമൊക്കെ നമുക്ക് ആവശ്യാനുസരണം എടുക്കാം. ഫൈനായിട്ട് ചോപ്പ് ചെയ്താൽ മതി. ഇത് വാടിക്കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, വളരെ ചുരുങ്ങി വരും. ഇപ്പോൾ ക്വാണ്ടിറ്റിയെക്കുറിച്ച് ഓർമ്മിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ആവശ്യാനുസരണം എടുത്താൽ മതി. ഇനി ടൊമാറ്റോ, ഇത് ചെറിയ സൈസ് ടൊമാറ്റോ, നമ്മുടെ ചെറിയ ടൊമാറ്റോസ് പോലത്തെ ആണ്, സിമിലറാണ് മേടിച്ചിരിക്കുന്നത്. അപ്പം മീഡിയം സൈസായിട്ട് കട്ട് ചെയ്താൽ മതി. 1-4 അങ്ങനെയല്ല, കാര്യം നമുക്കത് ഫൈൻ ചോപ്ഡായിട്ട് വേണ്ട, ഇങ്ങനെ തന്നെ മതി. ഇനി ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചത് ഒഴിക്കാം. 5 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ എഗ് വൈറ്റും എഗ് യോക്കും, മഞ്ഞയും വെള്ളയും രണ്ടായിട്ട് വേർതിരിക്കണം. അതിന് ഞാനൊരു ഈസി മെത്തേഡ് പറഞ്ഞുതരാം. അതായത് ഞാൻ കാണിച്ചു തരട്ടെ ആ ഒരു മെത്തേഡ്. നമ്മുടെ കൈ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് നന്നായി തുടയ്ക്കണം. വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല. എന്നിട്ടിങ്ങനെ
എന്നിട്ട് ആ ബൗളിലേക്ക് കൈ മുക്കിയിട്ട് ഓരോ മുട്ടയുടെയും മഞ്ഞ യോക്ക് മാത്രമായിട്ട് ഇങ്ങനെ കോരിയെടുക്കും. എന്നിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റണം. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, കയ്യിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകരുത്. വെള്ളത്തിൻ്റെ ഈർപ്പം എന്തെങ്കിലും ഇതിൽ മുങ്ങിയാൽ എഗ് വൈറ്റ് നന്നായിട്ട് പതഞ്ഞു വരില്ല. ഇത് നോക്കി, ഇത് ഈസി മെത്തേഡല്ലേ. ഞാൻ 5 മുട്ടയും യോക്ക് മാറ്റി കഴിഞ്ഞു. എന്ത് എളുപ്പമല്ലേ. ഇനി എഗ് വൈറ്റ്സിനെ ഒരു ബൗളിലേക്ക് മാറ്റുന്നു. ഇത് നമ്മുടെ ഹാൻഡ് ബ്ലെൻഡറിൻ്റെ കൂടെ കിട്ടിയതാണ്. ഇതിപ്പോൾ ഹാൻഡ് ബ്ലെൻഡർ എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു സ്റ്റാൻഡ് ബ്ലെൻഡറാണ് വിത്ത് ബൗൾ. നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ച പുതിയ ബൈയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. ഈ മുട്ടയുടെ വെള്ളം കമിഴ്ത്തിയിട്ടാൽ താഴെ വീഴരുത്, അങ്ങനെ പതഞ്ഞ് വരണം. ഒരു 2 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടി ചേർത്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ 2 ടീസ്പൂൺ വിനീഗർ ഒഴിക്കുക. അപ്പോൾ ഈ എഗ്ഗി സ്മെല്ല് മാറിക്കിട്ടും, അല്ലെങ്കിൽ എഗ് വൈറ്റിനൊരു സ്മെല്ലുണ്ടാകും. ഇനി പാൻ ചൂടാക്കാം. ഇത് പുതിയ പാനാണ് കേട്ടോ. 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഇതിലേക്ക് ചെറുതായി നുറുക്കി വെച്ചിരിക്കുന്ന മഷ്റൂംസ് അത് ചേർക്കുന്നു. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇങ്ങനെ വഴറ്റി അത് ടെൻഡറാകണം, നല്ല എന്താ പറയുക, ചുരുങ്ങി വേകണം നന്നായിട്ട്. ഇത് അത്രയും ആവശ്യമുള്ളൂ. നന്നായിട്ടൊന്ന് വാടി വെന്ത് കിട്ടും. കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർക്കുന്നു. എരിവിന് ആവശ്യമുള്ള ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ഞാനിപ്പോൾ ഇത്രേ ചേർക്കുന്നുള്ളൂ. ഇനി ചില്ലി ഫ്ലേക്സിന് പകരം മുളകിൻ്റെ തരിയാണ് ഇപ്പോൾ ചേർത്തത്. അതിന് പകരം കുരുമുളക് കൂടി ചേർത്താലും മതി. അതാണെങ്കിൽ ഒരു 1-1.5 ടീസ്പൂൺ വരെ ആകാം. എരിവ് നോക്കിയിട്ട് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താം. ഇനി ഇതിലേക്ക് ടൊമാറ്റോ കഷ്ണങ്ങളാക്കി വെച്ചതും കൂടി ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് വഴറ്റിയാൽ മതി. അത്ര മതി. വാടി കുഴയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടാൽ മതി, അത്ര മതി. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. നമ്മുടെ മഷ്റൂം ആൻഡ് ടൊമാറ്റോ ഫില്ലിങ് റെഡി ആയി കഴിഞ്ഞു. ഇത് മാറ്റി വയ്ക്കാം. ഇനി ബൗളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന എഗ് യോക്ക് 5 മുട്ടയുടെ മഞ്ഞ ഫോർക്ക് കൊണ്ട് ഞാനൊന്ന് ഉടച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് ഫോർക്ക് കൊണ്ട് തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നു. അപ്പോൾ എഗ് യോക്കിൻ്റെ ഭാഗം റെഡി. ഇനി വീണ്ടും അടുപ്പിലേക്ക് പാത്രം വെച്ച് ചൂടാക്കുക. 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് എഗ് യോക്ക് നമ്മളിപ്പോൾ എടുത്ത് വെച്ചില്ലേ, മുട്ടയുടെ മഞ്ഞയുടെ ആ ഒരു കൂട്ട്, ഇച്ചിരി പാലൊഴിച്ച് ഉപ്പിട്ട് വെച്ചത് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് സെറ്റായിക്കോട്ടെ, ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റായി വരട്ടെ. ഇതിപ്പോൾ ചെറുതായി സെറ്റായി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മഷ്റൂം ടൊമാറ്റോ ഫില്ലിങ്. അപ്പോൾ ഇത് ഏത് ഫില്ലിങ് വേണമെങ്കിലും വെക്കാം കേട്ടോ. ഞാനിപ്പോൾ മഷ്റൂം ആൻഡ് ടൊമാറ്റോ വെച്ചു എന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തിടാം, അല്ലെങ്കിൽ ചീസിൻ്റെ സ്ലൈസ് വയ്ക്കാം. അങ്ങനത്തെ ഇംപ്രൊവൈസേഷൻസും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ, നല്ലതായിരിക്കും. അതിൻ്റെ മുകളിലായിട്ട് എഗ് വൈറ്റ് പതപ്പിച്ച് വെച്ചിരുന്നല്ലോ, അതും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചീസ് ഇട്ടിട്ട് വേണം എഗ് വൈറ്റ് സ്പ്രെഡ് ചെയ്യാൻ, ചീസ് ചേർക്കുകയാണെങ്കിൽ. ഇനി ഒരു ലിഡ് വെച്ച് ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇനി ആ ഒരു ആവിയും കൂടി കയറിയിട്ടാണ് ഇതൊന്ന് വേകേണ്ടത്. ആ എഗ് വൈറ്റ് വേകേണ്ടത് ആ ഒരു സ്റ്റീമിലാണ്. ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് ഒരു 5 മുതൽ 7 മിനിറ്റ്, അടിഭാഗം കരിയാനും പാടില്ല, കറക്റ്റായിട്ടൊന്ന് സെറ്റായി വരും വെന്തിട്ട്. ആ ഒരു രീതിയിൽ വേവിച്ചെടുക്കും. ഓക്കെ, ഓംലെറ്റ് ഇസ് റെഡി. അനുക്കുട്ടി, ഇനി ഇത് പ്ലേറ്റിലേക്ക് ഞാനൊന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിലേക്ക് മാറ്റാം. നോക്കിയാൽ നല്ല ലെയർ പോലെ ഇരിക്കും, 2 ലെയർ, 2 ലെയേഴ്സ്. ഇത് നോക്കി ഒരു മറാങ് പോലെയാണ്. ഇത് ടോപ്പ് പോർഷൻ നല്ലതായിട്ട് സെറ്റായിരിക്കുന്നു. അകത്ത് സ്റ്റഫിങ് ഉണ്ട്, ഇതെല്ലാം നല്ല സെറ്റാണ്, കുക്ക്ഡാണ്. അടിഭാഗത്ത് വൈറ്റ്. അപ്പോൾ 2 ഇങ്ങനെ ഒരു 2 ലെയറിൽ നിൽക്കും. ഇതിന് കട്ട് ചെയ്യുമ്പോൾ കാണാം ഡിഫറെൻ്റ് ആണ്, പക്ഷെ ഭയങ്കര രസമല്ലേ കാണാനും കഴിക്കുമ്പോൾ ഒക്കെ നല്ലൊരു സെറ്റ്. സോ ബ്യൂട്ടിഫുൾ. ഓക്കെ, നല്ല ഭംഗിയായിട്ട് വന്നു. 2 ലെയർ, നമുക്ക് ഈ പയ്യൊക്കെ ചെയ്യുന്ന പോലെ.
ഫുൾ ഓഫ് സ്റ്റഫിങ്, പ്രോട്ടീനും മഷ്റൂം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളാണ്. മീറ്റ് സ്റ്റഫിങ്ങും ആവാം കേട്ടോ, എന്താ പറയുക. ഓ മോളെ, ഇങ്ങനെ നോക്ക്, ഒരു പൈ ഒക്കെ ചെയ്യണം, ഒരു പിസ്സ സ്റ്റൈല്. സോ ബ്യൂട്ടിഫുൾ. നമ്മുടെ ഇതൊരു നല്ല വയറ് നിറയുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതിന് വേറെ ഒന്നും ആവശ്യമില്ല. ഇത് ഞാൻ കുട്ടിക്ക് എടുത്ത് വെച്ചു, കഴിക്കാൻ പോണു. പ്രോട്ടീൻ. ഓക്കെ, അനു അങ്ങനെ ജിമ്മിൽ പോയി വെയിറ്റ് ലിഫ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുന്നു. കാർഡിയോ അല്ല ചെയ്യുന്നത് അല്ലേ, പിന്നെ മിക്സ് ചെയ്ത്. അങ്ങനെ അനുക്കുട്ടി പറയൂ. അടിപൊളി, ഉഗ്രൻ. അനുവിന് ഫുൾ പ്രോട്ടീൻ കൊടുത്തിരിക്കുവാണ് ആഫ്റ്റർ ജിം. ഇപ്പൊ വേണ്ട പ്രോട്ടീൻ, എന്റെ ന്യൂ ബൈ. പുതിയ കണ്ണടയൊക്കെ നമുക്ക് വീണ്ടും വാങ്ങിച്ചു. എന്തൊരു പ്രാഡയുടെ ഒരു ഗ്ലാസ് കൂടി മേടിച്ചു. അത് ഇവിടുത്തെ സ്പെഷ്യൽ. ദുബായി വന്നിട്ട് ഒന്നും മേടിച്ചില്ല എന്ന് വേണ്ടത്. ഇവിടെ ഒരാൾ നിൽക്കുന്നൊക്കെ എല്ലാവരും കണ്ട്. പുറത്ത് ഭയങ്കര ചൂടാ. മോൾക്കും കൂടെ ഒരു കുഞ്ഞു കണ്ണാടി വാങ്ങിച്ചു വയ്ക്കല്ലേ. അപ്പൊ ഇന്നത്തെ കറക്കത്തിനാണ്. ഇഷ്ടമായില്ല ഇതിൽ കിടക്കുന്നത് അല്ലേ. സീറ്റ് കാറ് കയറിയപ്പോൾ ഒരു വേഷം. ഭയങ്കര ചൂടായിരുന്നു വെളിയിൽ. എൻ്റെ അമ്മയെ കാറിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയ പാട്. ചൂടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അവന്റെ അകത്തൊക്കെ ഗ്രില്ലായിട്ട് വന്ന പോലെ. സത്യം, ഷവായി. നമ്മള് ഷവായി പാവം കുഞ്ഞാണെങ്കിൽ. അയ്യോ സോ സാഡ്. എന്തോ ഭയങ്കര ചൂട്. അയ്യോ രക്ഷയില്ല. ഇതിന്റെ ഹാങ് ഓവർ മാറിയില്ലേ ഇപ്പൊ. എന്നിട്ട് ആ ചൂടിന് നേരെ ഒരു AC അല്ലേ, അതുകൊണ്ട് നമുക്ക് കിച്ച് തൊണ്ടയൊക്കെ പോയി. ഭയങ്കര. ഇനി എങ്ങോട്ട് കയറാനോ നമ്മള്? ഔട്ട്ലെറ്റ്. ഇവിടെ കുറച്ച് ഡിസ്കൗണ്ട് കിട്ടും. സെയില്, ഇവിടെ സെയിലൊക്കെ നടക്കുകയാണ്. ഇത് ഔട്ട്ലെറ്റ് മോൾ ആയതുകൊണ്ട് വ്യത്യാസം ഉണ്ടാവും. ബ്രാൻഡഡ് സാധനങ്ങൾ കുറച്ചുകൂടി ഡിസ്കൗണ്ടിൽ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. നോക്കട്ടെ, ഞങ്ങൾ കറങ്ങാൻ വന്നത് അതിനാ. പോളോ 2 for 250, 3 for 2. ഇത് പോളോയുടെ സ്ഥലം. എല്ലാം 50 to 70% ഡിസ്കൗണ്ടാണ് എല്ലായിടത്തും. സൺഗ്ലാസ് ഹട്ട് ഇവിടെ കൂടെ കയറി നോക്കിയാലോ. ഇന്നലെ ഗ്ലാസ് വാങ്ങിച്ച സെയിം ഗ്ലാസ് റേറ്റ് കുറവാണെങ്കിൽ ആലോചിച്ച് നോക്കൂ. എൻ്റെ അമ്മയെ കരയും നമ്മൾ. ഇതാണ് ഗ്രാൻഡ് സ്റ്റോഴ്സ്. ഇവിടെയാണ് അമേസിങ് ഡീൽസ് ഉള്ളത്, രക്ഷയില്ല. ഇതെല്ലാം എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല. എല്ലാം മേടിക്കണമെന്ന് തോന്നുന്നു. ഒക്കെ ന്യൂ കളക്ഷൻസ്, ന്യൂ മോഡൽസ്. നല്ല എക്സ്പെൻസീവാണ്, പക്ഷേ സെയിലായതുകൊണ്ട് ഡിസ്കൗണ്ട് ഉണ്ട്. ദിസ് ഈസ് ഡബിൾ ബോയിലർ. ഈ കേക്കിൻ്റെ മോൾഡ് വരെ ഉണ്ട്. ഫുൾ സെറ്റ് 999. സിലിക്കൺ അല്ല.
ഇത് പ്രഷർ കുക്കർ ഉൾപ്പെടെ 999 ഇപ്പോൾ കൊടുക്കുന്നത്. കുക്ക് വെയർ സെറ്റ് 1429 ആയിരുന്നു ആദ്യത്തെ വില. 999 എന്ന് പറയുമ്പോൾ ഏകദേശം 22,000 ഇന്ത്യൻ റുപ്പീസ്. ഇത് ഫുൾ സെറ്റ്. ഓക്കെ, ഇത് 599 ഫുൾ സെറ്റ്. എൻ്റെ അമ്മ പാത്രം കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. ഓ, ഇത് നോക്കൂ, ഈ ഔട്ട്ലെറ്റ് നോക്കൂ, മാംഗോടെ. യെസ്, അവിടെയും 30-70% ഡിസ്കൗണ്ട്. നല്ല ഡിസ്കൗണ്ട് ആയിരിക്കും. ഔട്ട്ലെറ്റ് മോള് കൊള്ളാലോ. ഫ്രാഗ്രൻസ് ആൻഡ് ബ്യൂട്ടി. ബേക്കറിക്കകത്തോട്ട് കയറുന്നൊന്ന് ഇരിക്കാനായിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാം. അയ്യോ മൈ ഗോഡ്, സോ മെനി തിങ്സ്. അനുവിൻ്റെ ഡയറ്റ് എല്ലാം പോയി. എല്ലാം കണ്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഡയറ്റ് ചെയ്യും? മൈ ഗോഡ്, സോൾട്ടഡ് കാരമൽ ലാവ കേക്ക്. ആ, മോളുടെ ഇന്ന് 10 months കംപ്ലീറ്റ് ചെയ്ത ദിവസമാണിത്. ചെറിയൊരു കേക്ക് വാങ്ങിച്ച് നമുക്ക് കട്ട് ചെയ്യാം, ഒരു പീസ്. ഓക്കെ, ചക്കരി എങ്ങനെയാണ് കുഞ്ഞവിടെ? കുഞ്ഞിൻ്റെ ഹൈ ചെയർ ഇരുന്ന് കൊട്ടുന്ന കുഞ്ഞവിടെ? ഹായ് 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 ഹായ്. ഫ്രഞ്ച് ബേക്കറി. ഇരിക്കുന്ന കുഞ്ഞെവിടെ? ആ, മോൾക്കൊരു സാധനം വരുന്നുണ്ട്. ദാറ്റ് ഇസ് യുവർ പൗച്ച്. ആപ്പിൾ ബെറി. ഒരു വാനില മിൽക്ക് ഷേക്ക്. അനുകുട്ടിക്ക് ഐസ് ലാറ്റ്. എനിക്കൊരു വാനില മിൽക്ക് ഷേക്ക്. കുഞ്ഞിന് നമ്മൾ ബെറി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ആപ്പിൾ. Messy girl. ആ തടിയിൽ കടിച്ചു വെച്ചോളൂ. നമ്മുടെ ഐസ് ലാറ്റെ, വനില മിൽക്ക് ഷേക്ക്, ഫ്രൂട്ട് പ്യൂറേ, മോളുടെ കേക്ക്. അമ്മ, അയ്യോ, ഇത് ആരെ? മോളുടെ 10th month കേക്ക് വന്നിട്ടുണ്ട്. അതെ, മോളെ നോക്കട്ടെ. ചക്കരി. പക്ഷേ അതെ, ഫോർക്ക് ആൻഡ് നൈഫാണ്. കട്ടിങ്ങിന് ഈ നൈഫായിരിക്കും യൂസ് ചെയ്യാൻ മോളെ. അയ്യോ, നൈഫ് വന്നില്ല അല്ലേ? ഓക്കെ, ലെറ്റ്സ് സീ. ദിസ് ഈസ് ട്രിപ്പിൾ ലെയർ ചോക്ലേറ്റ് കേക്കാണ്. ഓ, ഡാർക്ക് ചോക്ലേറ്റ്, പിന്നെ ലൈറ്റ് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്, ഒരു ബ്രൗണി ലെയറും ഉണ്ട് തോന്നുന്നു. നൈസ്. ചിറാമിസു അല്ല, മേളിൽ കോഫിയുടെ ഇതും കൊടുത്തിട്ടുണ്ട് ഫ്ലേവർ. ഈ ഒരു മോക്കായി കൂടെ വന്നിട്ടുണ്ട് ഫ്ലേവർ. സ്ട്രോബെറി, അതിൻ്റെ കൂടെ ഒരു അയ്യോ എൻ്റെ മോൾക്ക് ഇപ്പം കട്ട് ചെയ്യാൻ പോണ ഒരു കേക്ക്. 10th month കേക്ക്. 10th month കേക്ക്. അതെൻ്റെ വാനില മിൽക്ക് ഷേക്ക്. യെസ്, നല്ല തൊണ്ടവേദനയുണ്ട് പക്ഷെ തണുത്ത. മോളുടെ കേക്ക് ഇപ്പൊ കട്ട് ചെയ്യല്ലോ. അപ്പൊ 10 ഉമ്മാസ് കൊടുക്കാം. 10
ചക്കരക്കുട്ടീനെ കാണാനില്ല. ചക്കരക്കുട്ടി താഴെ. ഇവിടെ എല്ലാ ബ്രാൻഡിൻ്റെയും ഷോപ്സ് ഉണ്ട്, ഔട്ട്ലെറ്റ്സ്. അവിടെ എല്ലാം ഡിസ്കൗണ്ട് ഉണ്ട്, 30% to 70%. ബർക്കിൻ സ്റ്റോക്കിൻ്റെ നോക്കായിരുന്നു അല്ലേ, റേറ്റ് അറിയാലോ വ്യത്യാസം. ബാൽമീൻ സ്കെച്ചേഴ്സൊക്കെ ഈ സൈഡിൽ. ഇന്ത്യ ജേഴ്സി, ഇത് അഡിഡാസിൻ്റെ അല്ലേ? ഓക്കെ. മെൻസാണ് അഡിഡാസ്. പുതിയ പുതിയ പാറ്റേൺ മോഡലൊക്കെ കാണാം. സ്കെച്ചേഴ്സ് നോക്കാം, പിന്നെ ക്രോക്സിൻ്റെ ചപ്പൽസ്. നൈക്കിയാണോ വേണ്ടേ? അനു നൈക്കിയുടെ ആണോ വേണ്ടേ? എക്സസൈസ് ചെയ്യാനുള്ള ഷൂ. ഓക്കെ. എല്ലാത്തിനും 199 dirhams. അങ്ങനെ സ്കെച്ചേഴ്സിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ അല്ലേ? നല്ല ലാഭമുണ്ട്. ഫ്ലാറ്റ് 199 ആണ് വിമൻ ഷൂസ് എല്ലാം. കിട്ടില്ല. ഇവിടെ കുറേ പാറ്റേൺ. ഒരു 199 എന്ന് വെച്ചാൽ 4200 ആ റേഞ്ചിന് കിട്ടുന്നു. ക്രോക്സിൽ കുറേ. ഇത് നോക്കണ്ടേനു, ക്രോക്സ് നോക്കിയിട്ട് പോവാം. ഓക്കെ. ക്രോക്സിലും കുറേ നല്ല സംഭവങ്ങളുണ്ട്. 30 to 70% കേട്ടോ ഡിസ്കൗണ്ട് സെയിൽ. വിഷ്ണു വന്ന് ജോയിൻ ചെയ്തു ഓഫീസിൽ നിന്ന്. യെസ്, ഞങ്ങളുടെ കൂടെ ഓഫീസ് ടൈം കഴിയും. ക്രോക്സിൽ നിന്ന് പുറത്തിറങ്ങി കണ്ടുവച്ചു, മേടിച്ചില്ല. തിരിച്ചു പോകാം ഇതെല്ലാം കഴിഞ്ഞിട്ട്. സ്കെച്ചേഴ്സിലും കയറണം, ക്രോക്സിലും കയറണം. എനിക്കൊരു ചെരുപ്പ് വാങ്ങിക്കണം ക്രോക്സിൽ. അനു നൈക്കിയല്ലേ? നൈക്കി ഇവിടെ ഒരു രക്ഷയില്ല, ഭയങ്കര സെയിലാണ് കേട്ടോ, നല്ല ഡിസ്കൗണ്ടാണ്. 30 to 50% എന്ന് പറഞ്ഞാൽ 199. ഇത് നോക്കി സ്കെച്ചേഴ്സിൻ്റെ ഞാൻ എടുത്ത കളർ വിഷ്ണു സെലക്ട് ചെയ്തതാണ്. അടിപൊളി, എനിക്കിഷ്ടമായി. നൈസ്. എൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് ആകാൻ മാത്രം വെയിറ്റ്. 8 ആണോ 9 ആണോ എൻ്റെ സൈസ് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാനുണ്ട്. നൈസ്, വളരെ മനോഹരമായിരിക്കും കളർ. ഇത് റയർ കളറല്ലേ, റയർ കളക്ഷൻ. ഏതെടുത്താലും 199 ആണ് അവരിപ്പോൾ. എനിക്ക് ഇതും വലിയ ഇഷ്ടമായി. നൈസ്. ഇത് റയർ പീസ്, ഇത് എനിക്കിഷ്ടമായി. അടുത്തൊരു റയർ പീസ്. സാറ ഔട്ട്ലെറ്റ് ഫാക്ടറി പ്രൈസ് 30 to 70% എന്ന് പറഞ്ഞു. കട്ട്ലറീസ്, പാത്രങ്ങൾ. അയ്യോ, എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. അത് കയറി എല്ലാം മേടിക്കേണ്ടി വരും അല്ലേനോ. പോളണ്ടാണ്. അപ്പോൾ പോളണ്ട് പോയി മേടിക്കാല്ലേ? നല്ല അടിപൊളി 60%. അല്ല 40 dirhamsനാണ് പറയുന്നത്. 34 കൊള്ളാം. കാറ്റാണ്. സോ ക്യൂട്ട്. 34. Candles.
ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. 2467 ഫുൾ സെറ്റൊക്കെ ദിറംസ്. ഇത് എവിടുത്തെയാണെന്നാ പറഞ്ഞേ? ഇത് എവിടുത്തെ വരുന്നതാണ്? ദിസ് ഇസ് ജർമ്മൻ. ഓക്കെ, വെരി ബ്യൂട്ടിഫുൾ, പറയാതിരിക്കാൻ പറ്റില്ല. യുണീക്ക് പീസസ്, ഓൾ ക്ലാസിക് പീസസ്, വെരി കോസ്റ്റ്ലി ബട്ട് അതൊരു വെറൈറ്റി. ഇതിങ്ങനെ യുണീക്കാണെല്ലാം. നല്ല വില കേട്ടോ, ചെറിയ വിലയല്ല. പക്ഷേ ഒരു കളക്ടേഴ്സ് സംഗതിയാണിത്. നല്ല കോസ്റ്റ്ലി സാധനങ്ങൾ വാങ്ങി നമുക്ക് അങ്ങനത്തെ സംഭവമാണ്. ഇത് 5414 ആഫ്റ്റർ ഡിസ്കൗണ്ട്. 7000 ആയിരുന്നു ദിറംസ്. ഇത് ഭംഗിയല്ലേ, ഫ്ലോറൽ, സോ ബ്യൂട്ടിഫുൾ. ക്രിസ്മസ് തീമിൽ 35% ഓഫിൽ ഇട്ടിരിക്കുന്നു. എനിക്കൊന്ന് ലാസ്റ്റ് ക്രിസ്മസിൻ്റെയാണ്, അപ്പോൾ അത് ഓഫറിൽ കൊടുത്ത് തീർക്കാൻ ഇട്ടിരിക്കണം. എങ്കിലും 30% പോയാലും കുറേ എക്സ്പെൻസീവ് ടൈപ്പാണ് ഇതെല്ലാം. സോ ബ്യൂട്ടിഫുൾ, എല്ലാം പോസ്ലി, നൈസ് ക്രിസ്മസ് തീം. ഇതിൻ്റെ വില എന്താ നോക്കട്ടെ. റീൻഡിയർ കാണുന്നില്ല. ഇത് 3120 ആഫ്റ്റർ ഡിസ്കൗണ്ട് ദിറംസ്. ദിറംസ് ആട്ടോ, റുപ്പീസ് അല്ല. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് കറങ്ങി തിരിച്ചു പോകും. ഓക്കെ, വിഷ്ണു പാർക്കിങ്ങിൻ്റെ അവിടെ പോയി കാറിൻ്റെ അടുത്തേക്ക്. ഞാൻ ട്രോളി കുഞ്ഞിൻ്റെ പ്രാമിനകത്താണ് സംഗതികളെല്ലാം കയറി. കുഞ്ഞിപ്പോൾ അനുവിൻ്റെ കയ്യിൽ ഒരു ഉറക്കം കഴിഞ്ഞു. ഈ കെങ്കേറോ പൗച്ചിലിരിക്കുമായിരുന്നു, അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക്. ഈ ഔട്ട്ലെറ്റ് മോള് നല്ല രസമുണ്ട്, നല്ല ഡിസ്കൗണ്ട് സെയിലൊക്കെയാണ്, നല്ല വിലക്കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബ്രാൻഡഡ് തിങ്സ് ഒരു ഡിസ്കൗണ്ടിൽ കിട്ടുമ്പോൾ അതൊരു സുഖമല്ലേ.